ഇതിനിടെ ഗവർണർക്കെതിരായ പ്രതിഷേധം ഇന്ന് ഉണ്ടാകില്ലെന്ന് SFI അറിയിച്ചു. ഗവർണർക്ക് ഇന്ന് ഔദ്യോഗിക പരിപാടികൾ ഇല്ലാത്തതിനാലാണ് തീരുമാനം. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, നിലവിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് അടക്കമുണ്ടായ പ്രതിഷേധ പരിപാടികൾ അറിയാം. സർവകലാശാലകളിൽ RSS നോമിനികളെ, സംഘപരിവാറുകാരെ തിരികെ കയറ്റാനുള്ള നീക്കത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഗവർണർ അവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് പ്രതിഷേധം ഇല്ല എന്ന് SFI അറിയിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ പരിപാടി ആയതിനാൽ എന്നുള്ള വിവരങ്ങളാണോ നമുക്ക് ലഭ്യമാകുന്നത്? എന്താണ് ഇന്ന് അവിടെ ഗവർണറുടെ മറ്റു പരിപാടികൾ? അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇന്ന് ഇനി SFI ആലോചിക്കുന്നുണ്ടോ? സിജു, അല്പസമയത്തിനകം തന്നെ ഗവർണർ പുറത്തിറങ്ങും. ഇപ്പോൾ അദ്ദേഹം ഉള്ളത് ഈ ഗസ്റ്റ് ഹൗസിലാണ്. 11:15 പുറത്തിറങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അതിനുശേഷം 1:15 വീണ്ടും ഇവിടെ തിരിച്ചെത്തും. നാളെയാണ് ഔദ്യോഗിക പരിപാടിയുള്ളത്. സനാതന വിദ്യാപീഠത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സെമിനാർ നാളെ നടക്കുന്നുണ്ട്. നാളെ രാത്രിയോടെ മടങ്ങുകയും ചെയ്യും. വലിയ പ്രതിഷേധത്തിനാണ് ഇന്നലെയെല്ലാം ഈ സർവകലാശാല പരിസരം വേദിയായത്. ഇന്നും വലിയ പോലീസ് ബന്ദോബസ്തുണ്ട്. ഔദ്യോഗികമായി പ്രതിഷേധങ്ങളില്ല എന്നൊന്നും SFI അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ കാവലിൽ തന്നെയാണ്. ഇവിടെ നിന്ന് കോഴിക്കോട് വരെ, ഈ ചടങ്ങിൽ പോകുന്ന സ്ഥലം വരെ എല്ലായിടത്തും ഇത്തരത്തിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. വലിയ സുരക്ഷയിൽ തന്നെയാണ് ഗവർണറുടെ ഇന്നത്തെ യാത്രയും ഉണ്ടാവുക. സ്വാലിഹ്, അല്പം മുമ്പാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് പരമാവധി പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ്. ആദ്യം SFI പ്രതിഷേധവുമായി വന്നപ്പോൾ തന്നെ ഗവർണർ എടുത്ത നിലപാട്, വാഹനത്തിൽ നിന്ന് ഇറങ്ങി നേരിട്ട് വിദ്യാർത്ഥികളെ നേരിടുന്ന ഒരു തരത്തിലുള്ള നിലപാട് ഗവർണർ സ്വീകരിച്ചു. ഒരു തരത്തിലും ഒരു ഗവർണർക്ക് യോജിക്കുന്ന നിലപാടല്ല, പെരുമാറ്റമല്ല ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വിവേകരഹിതമായ പെരുമാറ്റം, കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള നടപടികൾ. സ്വാഭാവികമായും ഇന്ന് നടക്കുന്ന പരിപാടികളിലും ഒരു തരത്തിലുള്ള പ്രതികാര മനോഭാവമായി തന്നെയായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ പോകുക. അത്തരത്തിലുള്ള രീതികൾ തന്നെയാണ് മുൻകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് പോലീസിനെ വിന്യസിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ പോലീസിന്റെ വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധത്തെ തുടർന്ന് നിരവധി SFI പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിൽ പോലും SFI നടത്തുന്ന സമരം വളരെ സമാധാനപരമാണ്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. കാരണം സർവകലാശാലകളിൽ RSS നോമിനികളെ നിയമിക്കാനാകില്ല എന്നതിലാണ് പ്രതിഷേധം തുടരുകയും ചെയ്യുന്നത്. നിലവിൽ ഇന്ന് സ്വകാര്യ പരിപാടി ആയതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി തന്നെ SFI ഒരുപക്ഷെ അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകുന്നില്ല. ഒരുപക്ഷെ നാളെ നടക്കുന്ന ഗവർണറുടെ ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിൽ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുമെന്ന് SFI അറിയിച്ചിട്ടുണ്ടോ? ഇന്നലെ ഏതാണ്ട് 12 SFI പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 3 പേർക്ക് തലക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. 360ഓളം SFI പ്രവർത്തകരെ കരുതൽ തടങ്കലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വലിയ പോലീസ് ബന്ദോബസ്തിലാണ് ഇന്നലെ ഗവർണർ ഈ സർവകലാശാല ക്യാമ്പസിലേക്ക്, ഈ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയത് തന്നെ. അതിന് ശേഷവും മാധ്യമങ്ങളുടെ മുന്നിലെത്തി വളരെ പ്രകോപനപരമായ സംസാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മുഖ്യമന്ത്രിയുടെ ഗുണ്ടകൾ തുടങ്ങിയ പ്രയോഗങ്ങൾ, വീണ്ടും വളരെ അധിക്ഷേപപരമായ പരാമർശങ്ങൾ SFI നേതാക്കൾക്കെതിരെ ഉന്നയിക്കുകയുണ്ടായി. 18 പേര് സെനറ്റിലേക്ക് നാമനിർദ്ദേശം നടത്തിയതിൽ 10 പേരും സംഘപരിവാർ അനുകൂലികളാണെന്നാണ് SFI പറയുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് വലിയ സമരത്തിലേക്ക് SFI കടന്നത്. ഇന്നലെ സമരത്തിൻ്റെ തൊട്ട് മുൻപേ പോലും PM മാർഷോ പറഞ്ഞ കാര്യം ഇത് സംഘപരിവാറിനെതിരായ സമരമാണ് എന്നാണ്. അത്തരത്തിൽ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുള്ള ഒരു പ്രതിഷേധവും സമരപരിപാടിയുമാണ് SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ ഇന്ന് ഈ വഴിയിൽ എവിടെയെങ്കിലും പ്രതിഷേധം ഉണ്ടായേക്കാമെന്ന ഒരു സൂചനയിൽ തന്നെയാണ് പോലീസ് വലിയ കാവൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഒരു സ്വകാര്യ പരിപാടി മാത്രമാണ്, ഈ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ മകൻ്റെ വിവാഹ ചടങ്ങിൽ മാത്രമാണ് പങ്കെടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹ ചടങ്ങ് നടക്കുന്നിടത്തൊന്നും വലിയൊരു പ്രതിഷേധത്തിനുള്ള ശ്രമം SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇന്നലെ ഏതാണ്ട് വൈകുന്നേരത്തോടെ തുടങ്ങിയ പ്രതിഷേധ പരിപാടികൾ ഗവർണർ ഈ ഗസ്റ്റ് ഹൗസിൽ എത്തിയതിനു ശേഷവും തുടർന്ന് ഏതാണ്ട് 9 മണിക്കാണ് പ്രതിഷേധ പരിപാടികൾ അവസാനിക്കുന്നത്. ഗവർണർ ഇപ്പോൾ വാഹനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും. നേരെ കോഴിക്കോട്ടേക്കാണ് റോഡ് മാർഗം അദ്ദേഹം പോകുന്നത്. ശരി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിലാണ് ഗവർണർ ഇപ്പോൾ ഉള്ളത്. ഇന്ന് ഔദ്യോഗികമായി തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇന്ന് ഗവർണർക്കെതിരെ ഉണ്ടാകില്ല. ഗവർണർക്ക് ഇന്ന് സ്വകാര്യ പരിപാടികൾ പങ്കെടുക്കുന്നത് കൊണ്ട് അത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് SFI നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്.